നേര് പറയണമല്ലോ. നമ്മുടെ മതേതരത്വം ദേ തകരാൻ പോവുകയാണ്. ജനാധിപത്യം തകർന്നു കഴിയും. ജനാധിപത്യം തകരുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അർത്ഥം അറിയാമല്ലോ. ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ തോൽക്കുക, തോറ്റതോ ജയിച്ചതോ ആയ പ്രതിപക്ഷ പാർട്ടികൾ പിളരുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജനാധിപത്യം തകരും. ഇത് ടി വി ചാനലുകൾ നമ്മളോട് വിളിച്ചു പറയും, ദേ ജനാധിപത്യം തകർന്നു കേട്ടോ. അതിൽ മലയാളത്തിലാണ് ഏറ്റവും മിടുക്കന്മാരുള്ളത്. മറ്റ് ഭാഷകളിലൊന്നും ഞാൻ ഇത് അത്ര വലിയ കാണാറില്ല. മലയാളത്തിലെ ചാനലുകളിൽ റിപ്പോർട്ടർ ചാനൽ, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, മീഡിയ വൺ, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ച് നിർത്തുന്ന ഒരുപക്ഷെ ഏറ്റവും മിടുക്കന്മാരായ ചാനൽ മീഡിയ വണ്ണാണ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് മുന്നറിയിപ്പ് തരും, ദേ ജനാധിപത്യം തകർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മമതാ ബാനർജി തോറ്റുപോയല്ലോ. പേഴ്സണലി അവർ തോറ്റുപോയി, അവരുടെ പാർട്ടിയും തോറ്റുപോയി. തോറ്റു എന്ന് പറഞ്ഞാൽ 80 സീറ്റുണ്ട് കേട്ടോ അവർക്ക്. 294 സീറ്റാണ് നിയമസഭയിൽ, ബംഗാൾ നിയമസഭയിലുള്ളത് മൊത്തം. അതിൽ 208 BJP, പിന്നെ 80 TMC, പിന്നെ എന്തോ സ്വതന്ത്രനോ ആരണ്ടൊക്കെയുണ്ട്. പക്ഷേ ഇവർക്ക് സംഭവിച്ചത് 80-ൽ 59-ഓ 60-ഓ പേര് ഞങ്ങൾ TMC വിട്ട് സെപ്പറേറ്റായിട്ട് ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സ്പീക്കർക്ക് എഴുതി കൊടുത്തു. അവരുടെ നേതാവ് ഋതബ്രത ബാനർജി, അയാളെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. സ്പീക്കർ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഋതബ്രത ബാനർജി ആരാന്നറിയാമോ? ഈ മിടുക്കൻ പണ്ട് CPM-ലായിരുന്നു. CPM-ൽ ഇരുന്നപ്പോൾ പുള്ളി ഒരു TV ഇൻ്റർവ്യൂവിൽ ഇങ്ങേരുടെ കയ്യിൽ കെട്ടിയ വാച്ച് എന്താണെന്ന് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ദേ ആപ്പിളിൻ്റെ വാച്ചാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ കാണിച്ചു. പോക്കറ്റിലിരിക്കുന്ന പേന ഏതോ വിദേശ പേനയാണ്. ഇത് CPM-ന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ബൂർഷ്വാ ജീവിത രീതി ഇയാൾ എടുത്തിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അയാൾ പോടാപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളും 2 ചീത്തയൊക്കെ പറഞ്ഞ് ഋതബ്രത ബാനർജിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ വിദ്വാൻ കോൺഗ്രസ്സിൽ പോയി, അവിടെ ഗതി പിടിച്ചില്ല. ഒടുവിൽ TMC-യിൽ വന്നു, അവിടെ ഗതി പിടിച്ചു. അവിടെ ഇതുപോലത്തെ കെട്ടുപാടുകളൊന്നുമില്ല. നിങ്ങൾ ആപ്പിളിൻ്റെ വാച്ച് കെട്ടുകയോ കെട്ടാതിരിക്കുകയോ മാത്രമല്ല, മമതാ ബാനർജി ഒരു ഓയിൽ സാരിയും ഉടുത്ത് നമ്മുടെ റബ്ബർ സ്ലിപ്പർ ഇട്ട് നടക്കുന്ന സ്ത്രീയാണ്. അവർക്ക് മറ്റാരെങ്കിലും ഗമയോടെ നടന്നാൽ അവർക്ക് അസൂയൊന്നുമില്ല. CPM-ൽ അങ്ങനെയല്ല. CPM-ൽ ഇത്തരം സാധനങ്ങളൊക്കെ പിണറായി വിജയൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. MV ഗോവിന്ദൻ ഇതുപോലത്തെ വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഗോവിന്ദനെ പിടിച്ച് പുറത്താക്കും. അതൊക്കെ പിണറായി വിജയൻ ഉള്ള പ്രിവിലേജസാണ്. എന്തുവായിട്ട് അതാണ് ഋതബ്രത ബാനർജിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഋതബ്രത ബാനർജിയും ഈ പറഞ്ഞ 59 പേരും അവർക്ക് BJP-യിൽ ഒന്ന് ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. അവർ സംസാരിച്ചൊക്കെ നോക്കി. BJP-യിലാണെങ്കിൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അമിത്ഷാ ഒരു ഉത്തരവിട്ടു, എടാ നമ്മുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ പ്രവേശനമില്ല, നോ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചോ, അല്ലെങ്കിൽ ഈ പണ്ടാരക്കാലന്മാരെല്ലാം കൂടെ നമ്മുടെ പാർട്ടിയിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒറ്റാലിൽ കിടക്കുന്ന പാർട്ടിക്കാരുണ്ടല്ലോ, അവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ. അവസാനം ഇതെല്ലാം കൂടെ നമ്മൾ വേറൊരു TMC ആയിട്ട് മാറും. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. ബംഗാളിലും ബോർഡ് വെച്ചു, ഡൽഹിയിൽ ദീനദയാൽ ഉപാധ്യായ മാർഗിലെ ഹെഡ്ക്വാർട്ടേഴ്സിലും ബോർഡ് വെപ്പിച്ചു അമിത്ഷാ. അപ്പോൾ ഇവർക്ക് പിന്നെ ചെയ്യാവുന്നത് സെപ്പറേറ്റ് ബ്ലോക്കായിട്ടിരിക്കുക, എന്നിട്ട് അവർ NDAയെ പിന്തുണയ്ക്കും. ലോക്സഭയിൽ 28 MP-മാരോ മറ്റോ ആണ് ഇവർക്കുള്ളത്, മമതാ ബാനർജിക്കുള്ളത്. അതിൽ 19 അല്ലെങ്കിൽ 20 പേര് അവർ സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് ഇരിക്കാൻ പോകുന്നു. അതിൽ എണ്ണം കൂടി വരുന്നു. ആദ്യം 15 പേരോ മറ്റായിരുന്നു, പിന്നെ 16ആയി, പിന്നെ 17ആയി. ഓരോരുത്തരും ഓരോ ദിവസം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ TMC വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഗ്രൂപ്പായി. ആ ഗ്രൂപ്പിൽ പ്രഗത്ഭന്മാർ പലരും ഉണ്ട് കേട്ടോ.
നമ്മളുടെ പഴയ സിനിമാ നടൻ ശത്രുഘ്ൻ സിൻഹ, പുള്ളി ബി ജെ പിയിലായിരുന്നു. പുള്ളി അത് വിട്ടിട്ട് TMCയിൽ പോയി. ബി ജെ പിയിൽ പുള്ളിക്ക് വേണ്ട പ്രാമുഖ്യമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ പോയി. പുള്ളി ഇപ്പോൾ വേറെ ബ്ലോക്കിൽ ഇരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആടി നിൽക്കുകയാണ്. ഇതിൽ അത്ഭുതകരമായി വേറൊരു ആളുണ്ട്, യൂസഫ് പഠാൻ. പഴയ ക്രിക്കറ്ററാണ്. പുള്ളി ഗുജറാത്തുകാരനാണ്. പുള്ളി ബംഗാളിൽ പോയി TMCയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് നമ്മളുടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു 2019 മുതൽ 5 വർഷം. അധീർ രഞ്ജൻ ചൗധരിയെ യൂസഫ് പഠാൻ തോൽപ്പിച്ചു. അപ്പോൾ അധീർ രഞ്ജൻ ചൗധരിക്ക് വലിയ സങ്കടമായിപ്പോയി. ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വന്ന ആൾ, പക്ഷേ ആൾ മുസ്ലിമാണ്. മുസ്ലിമിനെ എല്ലാവരും കൂടെ വോട്ട് ചെയ്തു. അധീർ രഞ്ജൻ ചൗധരി ഈ മതേതരത്വമൊക്കെ പറഞ്ഞു അങ്ങനെ നടന്നിട്ട് പുള്ളി തോറ്റുപോയി. ഇപ്പോൾ ആരുമല്ലാതെ തെക്കുവടക്ക് നടക്കുകയാണ്. ആ യൂസഫ് പഠാനും ഇവരുടെ കൂടെ കൂടി. അപ്പം മതേതരത്വം മൊത്തം തകർന്നു. ഒരു മുസ്ലിം BJP അനുകൂലമായിട്ട് ഉള്ള ഗ്രൂപ്പിനെ BJP എടുത്തിട്ടില്ല. BJP പറഞ്ഞ പോലെ നോ എൻട്രി ബോർഡും വെച്ച് വാതിലടച്ച് കിളിവാതിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് നോക്കിയിട്ട്, ഇവിടെ വരണ്ട, ഇവിടെ സ്ഥലമില്ല, പൊക്കോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് BJP. എന്നാലും ആ ഗ്രൂപ്പിൽ ഒരു മുസ്ലിം ചേരുക എന്ന് പറഞ്ഞാൽ മതേതരത്വം തകരുന്ന ലക്ഷണമല്ലേ? ആണ്. പിന്നെ ഒരു ഭീകരിയായ മതേതരവാദിയുണ്ടായിരുന്നു, മഹുവ മൊയ്ത്ര. എന്തു വന്നാലും ഞാൻ ദീദിയെ വിട്ടു പോകില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മഹുവ മൊയ്ത്ര ഇന്നലെ ട്വിറ്ററിൽ, Xൽ എഴുതിയിട്ടു, ഈ സുവേന്ദു അധികാരി നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, ആ ചേട്ടനുമായിട്ട് ഇടപെടാൻ കൊള്ളാം. പുള്ളി TMCന്ന് പോകുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞതാണ്, അനിയത്തി ഇതിനകത്ത് നിന്നാൽ ഞാൻ ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ദിവസം ചാടും എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞിട്ട് പോയൊരു മനുഷ്യനാണ് സുവേന്ദു അധികാരി. ഇപ്പോൾ ഈ പോകുന്ന ആൾക്കാരും പറഞ്ഞിട്ട് പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് മഹുവ മൊയ്ത്രയുടെ Xലെ പോസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ മഹുവ മൊയ്ത്രയും ആടി നിൽക്കുകയാണ് എന്ന് സാരം. ഇതിനിടയ്ക്ക് മമതാ ബാനർജി പോയിട്ട് സോണിയാഗാന്ധിയെ കണ്ടു വ്യക്തിപരമായിട്ട്. 2 മണിക്കൂർ ചർച്ച. ഇത് കഴിഞ്ഞിട്ട് അവരുടെ അനന്തരവനുണ്ടല്ലോ അഭിഷേക് ബാനർജി, അയാൾ പോയിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിച്ചു 2 മണിക്കൂർ. അങ്ങനെ 2 4 മണിക്കൂർ അമ്മായിയും അനന്തരവനും അമ്മയോടും മകനോടും സംസാരിച്ചു. ഇതെന്ത് സംസാരിച്ചു എന്ന് ആർക്കും അറിയില്ല. എനിക്കറിയാം, ഞാൻ നിങ്ങളോട് പറയാം. ഏതായാലും ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ കൂടുതൽ ആൾക്കാർ പുറത്ത് പൊയ്ക്കൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളാണ് നമ്മളുടെ കല്യാൺ ബാനർജി. ആരും അത് പ്രതീക്ഷിച്ചില്ല. അഭിഷേക് ബാനർജി കഴിഞ്ഞാൽ TMCയിൽ ഏറ്റവും മഹാനായ നേതാവ് കല്യാൺ ബാനർജിയാണ്. പുള്ളി സീനിയർ വക്കീലും കൂടെയാണ്. കൽക്കട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ TMCയുടെ കേസുകൾ നടത്തുന്ന വിദഗ്ധൻ അങ്ങേരാണ്. വലിയ പ്രസംഗക്കാരനാണ് കേട്ടോ. ഓർമ്മയില്ലേ ലോക്സഭയിലെ പുള്ളിയുടെ പ്രസംഗം? നരേന്ദ്രമോദിയെ കളിയാക്കിക്കൊണ്ട്, BJPയെ കളിയാക്കിക്കൊണ്ട് ചൂ കിറ്റ് 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 ഇങ്ങനൊരു പ്രസംഗം. ഇത് ബംഗാളിൽ പിള്ളേർ കളിക്കുന്നതാണ്. മുറ്റത്ത് കളം വരയ്ക്കും, മണ്ണിൽ കളം വരച്ചിട്ട് നമ്മുടെ മലയാളത്തിൽ തൊങ്കിക്കളി എന്നൊക്കെ പറയും. ഒറ്റക്കാലിൽ ഈ കളത്തിൽ ചാടുക, അതിൻ്റെ കളത്തിൻ്റെ വരയിൽ കാല് കൊള്ളാൻ പാടില്ല, മറ്റേ കാല് കുത്താൻ പാടില്ല. അങ്ങനെ അപ്പുറത്ത് പോയിട്ട് അവിടെ ഇരിക്കുന്ന കല്ലെടുത്തുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അതിന് ബംഗാളിൽ ഒരാളിങ്ങനെ കളിക്കുമ്പോൾ അയാളെ വീഴ്ത്താൻ വേണ്ടിയിട്ടോ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് അയാൾ ചാടിത്തുടങ്ങുമ്പോൾ ആദ്യത്തെ ചാട്ടത്തിന് ചൂ എന്ന് പറയും. പിന്നെ ഇയാൾ ഒറ്റക്കാലിൽ തുടുന്നതനുസരിച്ച് കിറ്റ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് കല്യാൺ ബാനർജി. ആ കല്യാൺ ബാനർജി ഇന്നലെ രാവിലെ പൊട്ടിത്തെറിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ദീദിയോട് പറഞ്ഞിട്ടുണ്ട്, അഭിഷേക് വേണോ ഞാൻ വേണോ എന്ന് തീരുമാനിക്കുക, 2 പേരും കൂടെ ഈ പാർട്ടിയിൽ നടക്കില്ല. എനിക്ക് ഇവൻ്റെ ബാല്യക്കാരനായിട്ട് നടക്കാൻ പറ്റില്ല. ദീദിയെ ഞാൻ തൊഴാം, അഭിഷേക് ബാനർജിയെ തൊഴാൻ പറ്റില്ല. ന്യായമാണ്. ആനയെ ആൾക്കാർ തൊഴും, ആനപ്പിണ്ടത്തെ തൊഴണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ?
അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ ആനപ്പിണ്ടത്തെ തൊഴുത് വിഷമിച്ചു. അല്ല ചേട്ടൻ ഇത്രയും കാലം ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതാണ്, 2022 തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പം TMC നിന്ന് പുറത്ത് പോയി മാന്യന്മാരൊക്കെ ഇല്ലേ, ഒറ്റ എണ്ണം എന്നെ പിന്തുണച്ചില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ പിന്നെ എന്ത് ചെയ്യും? യുവമാരുടെ തല്ല് കിട്ടും എനിക്ക്. അതുകൊണ്ട് ഞാൻ അടങ്ങി. ഇപ്പം ഞാനിത് തുറന്നു പറയുകയാണ്, ഇനി ഇത് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അഭിഷേക് ബാനർജിയുടെ പേരിൽ ഒരു കള്ളവൊപ്പിൻ്റെ കേസുണ്ട്. ഈ ഋതുപ്രതാപ് ബാനർജിയെ പുറത്താക്കണമെന്നോ അതോ അങ്ങേരെ ഓപ്പോസിഷൻ ലീഡർ ആക്കരുതെന്നോ മറ്റോ പറഞ്ഞു കുറേ MLA കത്ത് കൊടുത്തെന്നും അതിൽ കുറേ MLA ഒപ്പ് വ്യാജമാണെന്നും പറഞ്ഞൊരു കേസ്. അത് അവർ തന്നെ കൊടുത്ത കേസാണ്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷിക്കാൻ മമതാ ബാനർജിയുടെ വീട്ടിൽ പോയി. അവർ ഡൽഹിയിലാണ്. വീട്ടിൽ സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാറൻറ്റൊക്കെ ആയിട്ട് പോലീസ് ചെയ്യുന്നു. ആ സെർച്ച് പാടില്ലായിരുന്നു, അത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൽക്കട്ട ഹൈക്കോടതിയിലാണ്. കല്യാൺ ബാനർജി രാത്രി മുഴുവൻ ഇരുന്ന് കേസൊക്കെ തയ്യാറാക്കി രാവിലെ കോടതി പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, അച്ഛ ഇന്നലെ രാത്രി ഫോൺ വന്നിരുന്നു, അച്ഛൻ ആ കേസ് നോക്കണ്ട, അത് വേറെ വക്കീൽ നോക്കുന്നു. ഇതെന്ത് മര്യാദകളാണ്, പിന്നെ ഞാൻ വെറുതെ രാത്രി കിടന്ന് ബുദ്ധിമുട്ടിയത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാൺ ബാനർജി ചൂടായി. വേറൊരാൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പിന്നെ എന്നെ മെനക്കെടുത്തത് എന്തിനാണ്, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു വെല്ലുവിളിയും ബഹളമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പുള്ളി ഏത് നിമിഷമാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടെ, ചിലപ്പോൾ പോയില്ലെന്നും വരും. മമതാ ബാനർജി ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ രഹസ്യമായിട്ട് സംസാരിച്ചല്ലോ 2 മണിക്കൂർ വെച്ചിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളോട് പറയാം. സ്വത്ത് ഒരുപാടുണ്ട്. TMCക്കും സ്വത്തുണ്ട്. വ്യക്തിപരമായിട്ട് അഭിഷേക് ബാനർജിക്ക് മാത്രം TMCയുടെ പേരിലൊക്കെ മേടിച്ചാണ് ബിൽഡിങ്, അത് ഇത് വസ്തുവകകളൊക്കെ ഉണ്ട്. അത് പലതും, ചിലതൊക്കെ TMCയുടെ പേരിൽ, ചിലത് സ്വന്തം പേരിലാണ്. മമതാ ബാനർജിക്കും ഇതുണ്ട്. എത്രയുണ്ടെന്ന് മമതാ ബാനർജിക്ക് അറിയാൻ വയ്യ. ഏതായാലും അഭിഷേക് ബാനർജിയുടെ സ്വത്ത് മാത്രം 450 കോടി വരും. കൂടുതലും ബിൽഡിങ്ങും അതിനെ ചുറ്റിയുള്ള പ്രിമൈസസും ഒക്കെയാണ്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത്, നിങ്ങൾക്ക് കോൺഗ്രസ്സിലേക്ക് സ്വാഗതം, മമത വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആക്കാം. എന്ന് വെച്ചാൽ മല്ലികാർജുൻ ഖർഗെയുടെ തൊട്ട് താഴെ നോക്കണം, യോഗം തോറ്റിട്ട് പോലും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ് മമതാ ബാനർജി. അങ്ങോട്ടാണ് ആദ്യം തന്നെ ഇവർ സോണിയാഗാന്ധി ക്ഷണിക്കുന്നത്. അഭിഷേക് ബാനർജിയെ AICC ജനറൽ സെക്രട്ടറി ആക്കും. എന്നുവെച്ചാൽ നമ്മുടെ KC വേണുഗോപാലിൻ്റെ അതേ സ്റ്റാറ്റസ്. ചിലപ്പോൾ വേണുഗോപാലിനെ മാറ്റിയിട്ട് ഇയാളെ വയ്ക്കാനും മതി. കാരണം 450 കോടി രൂപയും അതിനൊത്ത ബിൽഡിങ്ങും സംഗതിയൊക്കെ ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ അത് ചെയ്തു എന്ന് വരും. കോൺഗ്രസിൻ്റെ പരിപാടി ഇങ്ങനെ, കോൺഗ്രസ്സിൽ പോയി നിങ്ങൾക്ക് ലയിക്കാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കുടുംബവും കൂടെ അങ്ങോട്ട് തീരെഴുതി കൊടുക്കണം, അതാണ് കോൺഗ്രസിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ ചർച്ചകളാണ് ഈ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും നടത്തുന്നത്. അവർക്കറിയാം ഇനി TMCയിൽ അവർക്ക് സ്ഥാനമില്ല. TMCയെ മൊത്തം കൊണ്ടുപോയിട്ട് കോൺഗ്രസ്സിൽ ലയിപ്പിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള ഭൂരിപക്ഷമില്ല. അപ്പോൾ പിന്നെ എന്താ, TMCയിൽ നിന്ന് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും രാജിവെച്ച് പുറത്തിറങ്ങുക. അഭിഷേക് ബാനർജിക്ക് ലോക്സഭാ മെമ്പർ സ്ഥാനം നഷ്ടപ്പെടും, മമതാ ബാനർജിക്ക് നഷ്ടപ്പെടാൻ ഒരു ചുക്കുമില്ല. അപ്പോൾ ഈ അമ്മായിയും അനന്തരവനും കൂടെ പുറത്തിറങ്ങിയിട്ട് കോൺഗ്രസ്സിൽ ലയിക്കും. ഇതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും നിന്ന് പിഴയ്ക്കണ്ടേ. ഇപ്പോൾ കേസിന് പുറത്ത് കേസ്, ഇപ്പോൾ ഈ കള്ളവൊപ്പിട്ടു എന്നൊക്കെ പറയുന്നത് ചെറിയ കേസ്, ഇതിനേക്കാൾ വലിയ കേസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ബഹളം വയ്ക്കാൻ ആൾ വേണ്ടേ. ഈ സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിച്ചാൽ 10 പേര് ആരെങ്കിലും സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കാനൊക്കെ ഉണ്ടാവുകയുള്ളൂ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ സർവ്വസാധാരണമായൊരു അറസ്റ്റായിട്ട് ഒരു വാർത്ത പോലും അല്ലാതെ പോകും. എന്തൊരു കഷ്ടം. വെറുതെയാണോ പൂന്താനം പറഞ്ഞത്, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന്. ഇപ്പോൾ മാളിക മുകളിൽ കയറിയ മന്നൻ്റെ അല്ല, മന്നത്തിയുടെ തോളിലാണ് മാറാപ്പ് കയറ്റിയിരിക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ എന്തൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ശിവസേന UBT, ഉദ്ധവ് താക്കറെയുടെ പാർട്ടി, അവർക്ക് 9 MP ലോക്സഭയിൽ. അതിൽ 7 പേര് പറഞ്ഞു, ഞങ്ങൾ വേറെ ഗ്രൂപ്പായിട്ടിരിക്കാൻ പോകണം, ഞങ്ങൾക്ക് ഈ ആദിത്യ ഠാക്കറെ, ഉദ്ധവ് ഠാക്കറെയുടെ മകനുണ്ട്, ആ മകനാണ്, അവൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഈ സാധനം നടക്കുന്നത്. അപ്പോൾ അവൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ജോലിക്കാരാകാൻ ഞങ്ങളില്ല,
ഞങ്ങൾ വേറെ ഗ്രൂപ്പാകും, എന്നിട്ട് മോദിയുടെ വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കും. അയ്യോ, അപ്പോൾ അത് കുഴപ്പമായി. അപ്പോൾ ആദിത്യ ഠാക്കറെ എന്ത് ചെയ്തു? മുൻകൂട്ടി എറിഞ്ഞു. വനിതാ സംവരണ ബില്ല് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഇരിക്കുന്ന ബില്ലിന് 100% പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും. അപ്പോൾ അമിത്ഷാ ഇപ്പം നോക്കിയപ്പോൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാൻ 9 പേര്, അവിടെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ 7 പേര്, 2 കുറയുന്നേ ഉള്ളൂ, 7 വരും അപ്പോഴും. അപ്പോൾ എന്തു ചെയ്യണം? പുള്ളി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ BJPയിലേക്കോ NDAയിലേക്കോ ഇപ്പോൾ ആളെ എടുക്കുന്നില്ല. എപ്പോൾ? ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ നാളെ എടുക്കുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. DMK പറഞ്ഞു ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്, ആ വനിതാ സംവരണ ബില്ല് നല്ലൊരു ബില്ലായിരുന്നു കേട്ടോ. അല്ല, വനിതാ സംവരണം മാത്രമല്ല, ഡീലിമിറ്റേഷൻ നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ. അന്ന് ഞങ്ങളത് ആലോചിച്ചപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്തില്ല ചേട്ടാ. അമിത്ഷാ പറഞ്ഞു ഞാനിത് നിങ്ങളോട് അന്ന് ലോക്സഭയിൽ എത്ര വിശാലമായിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ KC വേണുഗോപാൽ എന്നോട് പറഞ്ഞു ആ ബില്ല് ഞങ്ങളിപ്പോൾ പാസ്സാക്കാം, ഡീലിമിറ്റേഷൻ മാറ്റി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഒരു മണിക്കൂർ സമയം എന്താ, ഞാനിതൊന്ന് റീഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതും അയാൾക്ക് സമ്മതമല്ല. ഞാൻ എന്ത് ചെയ്യും? ചുരുക്കി പറഞ്ഞ് DMK അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. YSR കോൺഗ്രസ്, അവർക്ക് 2 ലോക്സഭാ MP മാരും 2 രാജ്യസഭാ MP മാരും ഉണ്ട്. ഏത്? നമ്മുടെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ്. YSR കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് ഇന്ന് Xൽ പോസ്റ്റ് ചെയ്തു, നരേന്ദ്രമോദി നല്ലൊരു മനുഷ്യനാണ്, വനിതാ സംവരണ ബില്ല് നല്ലൊരു ബില്ലാണ്. അപ്പോൾ അവർ 2 പേര് അവർ പോരും. ഇനിയിപ്പോൾ പോരാനാരാ? ജാർഖണ്ഡ് മുക്തി മോർച്ച പോകാനായിട്ട് ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ് നരേന്ദ്രമോദിക്ക് ഒരു സ്പെഷ്യൽ സെഷൻ വിളിക്കാം ഇതിനായിട്ട്. ഏത്? വനിതാ സംവരണം പ്ലസ് ഡീലിമിറ്റേഷൻ, പിന്നെ 1 നേഷൻ 1 എലക്ഷൻ. അതിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്തതാണ്. എല്ലാവരും ഇങ്ങോട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കൂട്ടത്തിൽ ഇതുകൂടെ വെച്ചോടാ, ഇനിയിപ്പോൾ അതിൻ്റെ ബഹളം വേറെ നടക്കണ്ടല്ലോ, ഒറ്റ ബഹളത്തിൽ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ 3 ബില്ലും ചേർത്ത് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചാൽ, മൺസൂൺ സമ്മേളനം വരാനിരിക്കുന്നു. മൺസൂണിലാണ് അടുത്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ നല്ല പെരുമഴക്കാലത്താണ്, ഓടയൊക്കെ പിടിച്ചിട്ടാണ് നരേന്ദ്രമോദി പാർലമെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ മൺസൂൺ സമ്മേളനം വരെ കാത്തിരിക്കേണ്ട, അതിനു മുമ്പേ ഒരു സ്പെഷ്യൽ സമ്മേളനം ഒരു 5 ദിവസം വേണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം വിശാലമായിട്ട് പ്രസംഗിക്കാൻ സമയം കിട്ടും. ഭീകരമായ പ്രസംഗിക്കും. നമ്മുടെ പ്രേമേന്ദ്രനൊക്കെ പ്രസംഗിക്കാൻ മുട്ടി നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഗംഭീരമായ പ്രസംഗങ്ങൾ നടത്താൻ എല്ലാവർക്കും പറ്റും. ഒരു 5 ദിവസം കൊടുത്തേക്ക്. ഏതായാലും ഇതിൻ്റെയൊക്കെ ചിലവ് നമ്മൾ പൊതുജനങ്ങൾ വഹിക്കണം. അപ്പോൾ പിന്നെ നടക്കട്ടെ. അപ്പോൾ എല്ലാവരും കൂടെ 3/2 ഭൂരിപക്ഷത്തിൽ ഇതെല്ലാം കൂടെ പാസ്സാക്കും. ഇപ്പോൾ 3/2 ഭൂരിപക്ഷം നരേന്ദ്രമോദി വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ല ചേട്ടാ ഞങ്ങളങ്ങ് തരും, ആ അവസ്ഥയിലാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞ പാർട്ടികളുടെ എണ്ണം എല്ലാം കൂടെ നിങ്ങൾ കൂട്ടി നോക്കിക്കോ, 335 മറ്റോ വരും. പിന്നെ വേണ്ടത് 10-25 ആണ്. അത് ഇനിയും പാർട്ടികൾ പിളരാനുണ്ടല്ലോ. സമാജ്വാദി പാർട്ടി വരെ പിളരുമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇന്നലെ വലിയ കോലാഹലം അതിൻ്റെ ആയിരുന്നു. സമാജ്വാദി പാർട്ടിക്ക് സംശയം, ആരെങ്കിലുമൊക്കെ സ്ഥലം വിട്ട് കളയുമോ എന്നൊക്കെ പറഞ്ഞ് ബഹളം. മധ്യപ്രദേശിൽ അവിടെയാണ് മീനാക്ഷി നടരാജൻ 2008 നമ്മുടെ രാഹുൽ ഗാന്ധി കണ്ടെടുത്ത മുത്താണ് മീനാക്ഷി നടരാജൻ. രാഹുൽ ഗാന്ധി അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് കോൺഗ്രസ്സിൽ ഇല്ലാത്ത സ്ഥാനമാനങ്ങളെല്ലാം കൊടുത്ത് വലുതാക്കി വീർപ്പിച്ച് ഇപ്പോൾ അവരെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. മധ്യപ്രദേശിൽ 2 സീറ്റ് BJPക്കും 1 സീറ്റ് കോൺഗ്രസ്സിനുമാണ് ന്യായമായിട്ട്. അപ്പോൾ മീനാക്ഷി നടരാജൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അതിനുടക്ക് വെച്ചു. BJP പറഞ്ഞു ഇവരുടെ പേരിലൊരു കേസുണ്ട്, ആ കേസ് ഈ നാമനിർദ്ദേശ പത്രികയിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവർക്ക് അയോഗ്യത കൽപ്പിക്കണം. അപ്പോൾ ഭരണാധികാരി പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യ്, ആ കേസും കൂടെ ആ ഡീറ്റെയിൽസും കൂടെ എഴുതിക്കോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് കേസല്ല എന്ന് പറഞ്ഞ് വാദിക്കാൻ തുടങ്ങി. FIR ഇല്ല ആ കേസിൽ. FIR ഉണ്ടെങ്കിൽ തന്നെ കോടതി കോഗ്നൈസൻസിൽ എടുത്തിട്ടില്ല, എനിക്കൊരു നോട്ടീസ് വന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ
റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഇരുന്ന് വാദിക്കുന്നു. അത് വെറുമൊരു നോട്ടീസല്ലേ, അവരെതിർകക്ഷിയാണ്, പ്രതിയല്ല. ഇവിടെ ക്രിമിനൽ കേസിൽ എതിർകക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ക്രിമിനൽ കേസിൽ പ്രതിയാണ്, മനസ്സിലായോ? വാദിയും പ്രതിയുമാണ് ക്രിമിനൽ കേസിലുള്ളത്. എതിർകക്ഷി സിവിൽ കേസിലാണ്. ഇത് പെണ്ണ് കേസാണ് കേട്ടോ, പുറത്ത് പറയാൻ പറ്റാത്ത കേസാണ്. അതുകൊണ്ട് ഞാനും പുറത്ത് പറയുന്നില്ല. ഏതായാലും അപ്പോൾ വരണാധികാരി പറഞ്ഞ് എന്ത് വാങ്ങിക്കോട്ടെ ചേച്ചി, അതങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ഇവരുടെ ഒബ്ജക്ഷൻ. എഴുതില്ല, ഞങ്ങൾ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. എന്നാൽ പൊക്കോന്ന്. അയാൾ നേരെ സന്ധ്യയായപ്പോൾ അയാൾ എല്ലാം ചുരുട്ടിക്കിട്ടി അയാൾ വീട്ടിൽ പോയി. ഇവർ ഓടി സുപ്രീം കോടതിയിൽ പോയി. നേരെ സുപ്രീം കോടതി പറഞ്ഞു എന്താ കേസ്? സാർ ഇങ്ങനെയാണ്, ഇത് കേസല്ല, ഇത് CMP ആണ്, ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ. അത് ക്രിമിനൽ കേസ് CC നമ്പർ ഇട്ട് കഴിയുമ്പോൾ മാത്രമേ അത് ക്രിമിനൽ കേസ് ആകുന്നുള്ളൂ. അപ്പോൾ അത് ഈ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ചപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം ചെയ്യും, മറ്റന്നാൾ നോക്കാം. അല്ല ഇന്നവിടെ തിരഞ്ഞെടുപ്പ് നടക്കും. അത് നടക്കുമെങ്കിൽ നടക്കട്ടെ, കേസ് മറ്റന്നാൾ നോക്കാം. അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ പറഞ്ഞ മീനാക്ഷി നടരാജൻ തോറ്റു, BJP സ്ഥാനാർത്ഥി ജയിച്ചു. ചുരുക്കത്തിൽ BJPക്ക് 3 MP മാരായി. വല്ല കാര്യമുണ്ട്? ഇപ്പോൾ ആ കേസ് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ വിധി വരുമ്പോൾ കാര്യങ്ങൾ മെനയായിക്കോളും. അല്ലാതെ ഇപ്പോൾ എന്താ പറയും? ഇവരുടെയൊക്കെ ആ ഫോമിൽ അങ്ങോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസ് തീർന്നില്ലേ? വല്ല കാര്യമുണ്ടോ ഈ തർക്കത്തിൻ്റെ? അപ്പോൾ ഇംഗ്ലണ്ടിലാണ് നമ്മുടെ ഇങ്ങേര് ഇവരുടെ വലിയ വക്കീലുണ്ടല്ലോ, കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി ഇംഗ്ലണ്ടിൽ നിന്നൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ പുള്ളി പറയുന്നു ഇത് കോഗ്നൈസൻസിലെടുത്തില്ല, മജിസ്ട്രേറ്റ് കോഗ്നൈസൻസിലെടുക്കുന്നത് വീരേന്ദ്ര സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീഡിയോ ഇട്ട് നമ്മളോട് തർക്കിക്കുന്നു. നമ്മളിതിലെന്ത് ചെയ്യാൻ? നമ്മുടെ നേർക്ക് വീഡിയോ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ പത്രികയുടെ വീഡിയോയിൽ നിങ്ങളോട് ഈ കേസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇത് കോടതിയിൽ പോയി പറയണ്ടേ? ഇനി കോടതിയിലും പോകണ്ടെന്ന് ആ വരണാധികാരി പറഞ്ഞപ്പോൾ അതങ്ങോട്ട് എഴുതി കൊടുത്താൽ പോരെ? സാറേ ഇങ്ങനെ ഒരു ഇടപെടുമുണ്ട്, ഇത് കേസാണോ എന്താണെന്നറിയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു മാറ്റർ കോടതി കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു. ആ മനുഷ്യന് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. നിങ്ങൾ എഴുതിത്താ, പണ്ടാരം തീരട്ടെ. എഴുതുന്ന പ്രശ്നമില്ല, ഞങ്ങൾ പഴയ തറവാടികളാണ്, ഞങ്ങളെപ്പറ്റി എന്താ വിചാരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഇൻഡാസ് കൊണ്ടുവരുമല്ലോ ഞങ്ങൾ, എന്നാൽ കൊണ്ടുവന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അങ്ങനെ അതും കളഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് ജാർഖണ്ഡിൽ പരിമൾ നത്വാനി എന്ന് പറഞ്ഞിട്ട് റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ജനറൽ മാനേജർ, പുള്ളി സ്വതന്ത്രനായിട്ട് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നു. ഇപ്പോഴല്ല, നാളെ കുറേയായി പുള്ളി മത്സരിക്കുന്നു, ജയിക്കുന്നു. അയാളുടെ പൂത്ത കാശുണ്ട്. അയാൾ അവിടുത്തെ വലിയ ദിവ്യനാണ്. നത്വാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ സിന്ധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുജറാത്തിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഉള്ളൊരു സിന്ധി ആയിരിക്കും. അംബാനിയുടെ കടയിൽ നത്വാനി നേതാവാകുന്നത് സ്വാഭാവികമാണല്ലോ. അയാൾ അവിടെ ഒരു പ്രാദേശിക ദിവ്യനായി എല്ലാവർക്കും സംഭാവനകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇയാൾക്ക് വോട്ട് ചെയ്യും, ഒരു സീറ്റ് ഇയാൾക്കുള്ളതാണ്. അപ്പോൾ അയാളുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടായി. അയാളുടെ പേര് അയാൾ എഴുതിയതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ഭരണാധികാരി പറഞ്ഞു ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞു. പുള്ളി അത് ഞാൻ തിരുത്താൻ സാർ തിരുത്തി നാമനിർദ്ദേശ പത്രിക തിരുത്തി. അതെന്തിന് തിരുത്തി? അയാളുടെ വാങ്ങരുതായിരുന്നു. ഇതെന്ത് പണ്ടാരം, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ തിരുത്തണ്ടേ? അത് അയാളെ കൊണ്ട് തിരുത്തിച്ചു. ഇതുപോലെയാണ് മധ്യപ്രദേശിലെ ആളും പറഞ്ഞത്, നിങ്ങളൊന്ന് എഴുതാൻ വിട്ടുപോയി, അത് എഴുതിത്താന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. പറ്റില്ല, അവിടെയും വഴക്ക് ഇവിടെയും വഴക്ക്. ജാർഖണ്ഡിൽ ഇത് സ്വീകരിച്ചതിന് എതിരെ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ വാദിക്കാനായിട്ട് സൽമാൻ ഖുർഷീദ് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ജാർഖണ്ഡിൽ വന്നിറങ്ങി. 1/2 മണിക്കൂർ താമസിച്ചു, മഴ സമയമൊക്കെ അല്ലേ. ജാർഖണ്ഡിൽ ഇറങ്ങിപ്പിടിച്ച് ഓടിപ്പാഞ്ഞ് ഹൈക്കോടതിയിൽ വന്നപ്പോഴത്തേക്ക് ഹൈക്കോടതി അടച്ചുപോയി. എന്ത് ചെയ്യും? അങ്ങനെ അതും പാളിപ്പോയി. വെറുതെ പാര വയ്ക്കാനാണ്. നത്വാനി എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അയാൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, സ്വതന്ത്രനാണ്. എല്ലാവരും BJP ആയി വോട്ട് ചെയ്യും, ജാർഖണ്ഡ് മുക്തി മോർച്ച വോട്ട് ചെയ്യും, ബാക്കി സ്വതന്ത്രന്മാർ വോട്ട് ചെയ്യും, സകലരും വോട്ട് ചെയ്യും അയാൾക്ക്. അപ്പോൾ അയാളങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? പറ്റില്ല, അയാളെ പാര വയ്ക്കാൻ നോക്കി. ദൈവാദിനത്തിന് അതും നടന്നില്ല. സ്പെഷ്യൽ വിമാനം പിടിച്ച് കാശ് കളഞ്ഞത് മിച്ചം. ഇങ്ങനെ അലമ്പായി നിൽക്കുകയാണ് പ്രതിപക്ഷം. നരേന്ദ്രമോദിയുടെ സമയം എന്നേ എനിക്ക് പറയാനുള്ളൂ.
ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, മോദി ഒരു ദൈവാധീനമുള്ള മനുഷ്യനാണ് കേട്ടോ. പുള്ളി ഒന്നും ചെയ്യാതെ തന്നെ പുള്ളിക്ക് 2 സഭയിലും 3-2 ഭൂരിപക്ഷം കിട്ടുകയും പുള്ളി വിചാരിച്ച ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്ന അവസ്ഥ ദൈവം തമ്പുരാനായിട്ട് പുള്ളിക്ക് അനുഗ്രഹിച്ചങ്ങ് കൊടുക്കുകയാണ്. പുള്ളി ഇറങ്ങിയപ്പോൾ ചെയ്യണ്ട. ആളുകൾ പറയില്ലേ, അമിത്ഷായുടെ ചാണക്യതന്ത്രം, അമിത്ഷാ രംഗത്തിറങ്ങി. ഇപ്പോൾ രംഗത്തൊന്നും ഇറങ്ങണ്ട, അമിത്ഷാ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് തന്നെത്താനെ പൊളിഞ്ഞ് പാളീസായിട്ട് ഓരോരുത്തർ വന്ന് ചേട്ടാ എന്നെയും കൂടെ ഒന്ന് എടുക്കുമോ, എന്നെയും കൂടെ വണ്ടിയിൽ കയറ്റുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. എന്ത് ചെയ്യും? പ്രകൃതിയുടെ ഓരോ കളികളെ നമുക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ, വേറെ എന്താ ചെയ്യാം. താങ്ക് യു.